ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഹിസാന വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ ഹിസാന. ഞാനിന്ന് മലയാളം സെക്കൻഡിൻ്റെ ഇന്നലെ നടന്ന കുറച്ച് വർക്ക്ഷീറ്റ്സിൻ്റെ ആൻസേഴ്സാണ് ഇടുന്നത്. അപ്പോൾ ഇത് കുറേ പേര് ഇന്നലെ റിക്വസ്റ്റ് ചെയ്തതായിരുന്നു. അപ്പോൾ ഇത് ഞാൻ ആദ്യം മലയാളം ടീച്ചർക്ക് അയച്ചിട്ട് വല്ല മിസ്റ്റേക്ക് വല്ല ഉണ്ടെങ്കിൽ തിരുത്താനായിട്ട്, അപ്പോൾ ഇന്നലെ ടീച്ചർ അത് കറക്റ്റാണെന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് ആണ് ഞാൻ ഇന്ന് ഇടാൻ എന്ന് വിചാരിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനിയും ഇതേപോലെയുള്ള വർക്ക്ഷീറ്റിൻ്റെ ആൻസേഴ്സൊക്കെ ഞാൻ ഇടുന്നതായിരിക്കും. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. മലയാളം അടിസ്ഥാന പാഠാവലി പാഠം 3. നമ്മുടെ ലോകം നാം സൃഷ്ടിക്കുന്നു. കുറിപ്പ് തയ്യാറാക്കുക. എബ്രഹാം ലിങ്കൺ. 1809 ഫെബ്രുവരി 12 അമേരിക്കയിലെ കെൻറ്റുക്കി എന്ന സംസ്ഥാനത്തെ ഹാർഡിൻ കൗണ്ടിയിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. വളരെ ദാരിദ്ര്യം നിറഞ്ഞ ബാല്യമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. ലിങ്കന് 9 വയസ്സുള്ളപ്പോൾ അമ്മ നാൻസി മരണമടഞ്ഞു. തുടർന്ന് അദ്ദേഹത്തിൻ്റെ പിതാവ് മറ്റൊരു വിവാഹം കഴിച്ചു. തൻ്റെ രണ്ടാനമ്മയോട് ലിങ്കന് നല്ല സ്നേഹമായിരുന്നു. 1828 അദ്ദേഹത്തിൻ്റെ സഹോദരി സാറയും മരണത്തിന് കീഴടങ്ങി. ഈ സംഭവം ലിങ്കനെ വല്ലാതെ തളർത്തി. പുസ്തകങ്ങൾ വായിക്കാനും എഴുതാനുമൊക്കെയായിരുന്നു ലിങ്കന് കൂടുതൽ താല്പര്യം. ഔപചാരിക വിദ്യാഭ്യാസത്തിന് പ്രാപ്തിയില്ലാതിരുന്നത് കൊണ്ട് ലിങ്കൺ സ്വയമേ വിദ്യാഭ്യാസം നേടുകയായിരുന്നു. ചെറുപ്പം മുതലേ ധാരാളം പുസ്തകങ്ങൾ അദ്ദേഹം വായിക്കുമായിരുന്നു. കൗമാരത്തിൽ അദ്ദേഹം കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും അതിനുവേണ്ടി ഒരുപാട് പ്രയത്നിക്കുകയും ചെയ്തു. കച്ചവടം പോലെയുള്ള സംരംഭങ്ങളിൽ ഏർപ്പെട്ടുവെങ്കിലും അവയെല്ലാം പരാജയപ്പെട്ടു. പ്രസംഗങ്ങളിലൂടെ ജനങ്ങളെ ആകർഷിക്കാനുള്ള കഴിവ് തനിക്കുണ്ടെന്ന് ബോധ്യപ്പെടുന്നത് ഇക്കാലയളവിലാണ്. എന്നാൽ വിദ്യാഭ്യാസത്തിൻ്റെ അഭാവം അദ്ദേഹത്തെ പൊതുപ്രവർത്തന രംഗത്ത് നിന്ന് പിന്നോട്ടടുപ്പിച്ചു. നിരന്തരം പരിശ്രമത്തിലൂടെ അദ്ദേഹം പടിപടിയായി ഉയർന്നു വന്നു. പിന്നീട് അഭിഭാഷകനായും ശേഷം രാഷ്ട്രീയത്തിലേക്കും അദ്ദേഹം കാലെടുത്തു വെച്ചു. 8 വർഷം നിയമസഭയിൽ പ്രവർത്തിച്ചു. 1860 അമേരിക്കയുടെ 16ാമത് പ്രസിഡന്റായി ലിങ്കൺ അധികാരമേറ്റു. അമേരിക്കയിലെ അടിമത്തത്തിനെതിരെ നിരന്തരം പോരാടിയ അദ്ദേഹം അടിമത്തം പൂർണ്ണമായി നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവും പുറത്തിറക്കി. 1865 ഏപ്രിൽ 15 തൻ്റെ 56ാമത്തെ വയസ്സിൽ വാഷിംഗ്ടൺ DC-യിൽ വെച്ച് ജോൺ വിൽക്കസ് ബൂത്തിൻ്റെ വെടിയേറ്റ് ലിങ്കൺ മരണമടഞ്ഞു. മഹാന്മാരുടെ വചനങ്ങൾ കണ്ടെത്തി രേഖപ്പെടുത്തുക. ഇതിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഉൾപ്പെടുത്താം. അത് നിങ്ങൾക്ക് കുറച്ച് മതിയെങ്കിൽ ഇതിൽ ചിലതൊന്നും നിങ്ങൾ എഴുതണ്ട. നിങ്ങൾക്ക് പറക്കാൻ കഴിയില്ലെങ്കിൽ ഓടുക. ഓടാൻ കഴിയില്ലെങ്കിൽ നടക്കുക. നടക്കാൻ കഴിയില്ലെങ്കിൽ ഇഴയുക. പക്ഷേ ചെയ്യുന്നത് എന്തു തന്നെ ആയാലും മുമ്പോട്ട് തന്നെ നീങ്ങുക. മാർട്ടിൻ ലൂഥർ കിങ്. ശ്രമത്തിലാണ് ഫലപ്രാപ്തിയിലല്ല സംതൃപ്തി ഉളവാകുന്നത്. സമ്പൂർണ്ണ ശ്രമം സമ്പൂർണ്ണ വിജയമാകുന്നു. മഹാത്മാഗാന്ധി. അടുത്തത്, ജീവിതത്തിൽ വിജയം നേടുന്നവരെല്ലാം പ്രത്യേക കഴിവുള്ളവരായിരിക്കണമെന്നില്ല. പലപ്പോഴും ശരാശരി കഴിവുള്ളവരാകും അവർ. എന്നാൽ സ്ഥിരോത്സാഹവും ക്ഷമാശീലവും അവരെ ആത്യന്തിക വിജയത്തിലേക്ക് നയിക്കുന്നു. എല്ലാ പക്ഷികളും മഴ വരുമ്പോൾ കൂട്ടിൽ രക്ഷ തേടുന്നു. എന്നാൽ പരുന്ത് മഴയെ ഒഴിവാക്കാൻ മേഘങ്ങൾക്ക് മുകളിലൂടെ പറക്കുന്നു. APJ അബ്ദുൽ കലാം. പ്രതിസന്ധികളെ പൊരുതി ജീവിത വിജയം നേടിയ വ്യക്തികൾ. ഇതും നിങ്ങൾക്ക് കുറച്ചും കൂടെ പേരെഴുതാം, അല്ലെങ്കിൽ കുറച്ച് മാത്രം എഴുതിയാലും മതി. സ്റ്റീഫൻ ഹോക്കിംഗ്, ഹെലൻ കെല്ലർ, APJ അബ്ദുൽ കലാം, എബ്രഹാം ലിങ്കൺ, ബിഥോവൻ. അപ്പോൾ ഇതിൽ ഒരാളെ കുറിച്ചിട്ട് കുറിപ്പ് എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഹെലൻ കെല്ലറിനെ കുറിച്ചിട്ടാണ് എഴുതുന്നത്. നിങ്ങൾക്ക് വേറെ ആൾക്കാരെ കുറിച്ചിട്ട് എഴുതാം. ഞാൻ ഹെലൻ കെല്ലറിനെ കുറിച്ചിട്ടാണ് എഴുതുന്നത്.
കാഴ്ചയുടെയും കേൾവിയുടെയും സുന്ദരലോകം പെട്ടെന്നൊരു നാൾ കൈവിട്ടു പോയ പെൺകുട്ടിയാണ് ഹെലൻ കെല്ലർ. തൻ്റെ ദൃഢനിശ്ചയവും മനക്കരുത്തും കൊണ്ട് ലോകത്തിന് വെളിച്ചമേകുകയായിരുന്നു ഹെലൻ കെല്ലർ. ഒപ്പം ഹെലന്റെ ജീവിതത്തിന് വഴികാട്ടിയായി ഉണ്ടായിരുന്നത് അധ്യാപിക ആനി സളിവൻ ആയിരുന്നു. കാഴ്ചയും കേൾവിശക്തിയും നഷ്ടപ്പെട്ടിട്ടും ജീവിതത്തിൽ തോറ്റു പിന്മാറാൻ അവർ തയ്യാറായിരുന്നില്ല. അമേരിക്കയിലെ അലബാമയിൽ 1887 ജൂൺ 27 ഹെലൻ കെല്ലർ ജനിച്ചത്. 19 മാസം മാത്രം പ്രായമുള്ളപ്പോൾ ബാധിച്ച അജ്ഞാത രോഗമാണ് ഹെലന് കാഴ്ചയുടെയും കേൾവിയുടെയും ലോകം നിഷേധിച്ചത്. എന്നാൽ പ്രതിസന്ധികൾക്ക് മുന്നിൽ തളരാതെ പിടിച്ചു നിന്ന ഹെലൻ 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും സമുന്നത വ്യക്തികളിൽ ഒരാളായി മാറി. 1968 ജൂണിൽ ഹെലൻ കെല്ലർ അന്തരിച്ചു. ഹലോ കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ പ്ലീസ് എന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇതേപോലെ കുറേ വീഡിയോസ് ഞാൻ ഇടുന്നതായിരിക്കും.